ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മയ്യത്ത് പരിപാലനാണ്. ഒരു മനുഷ്യൻ്റെ മരണം കഴിഞ്ഞാൽ ഉടനെ വേഗമാക്കൽ സുന്നത്തുള്ള 6 കാര്യങ്ങളുണ്ട്. കടം വീട്ടണം, വസിയ്യത്ത് നടപ്പിലാക്കണം, കുളിപ്പിക്കണം, കഫം ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം. ഈ 6 കാര്യങ്ങൾ ചെയ്യൽ നിർബന്ധമാണ്, വേഗമാക്കൽ സുന്നത്താണ്. ഒന്നുകൂടി പറയാം. മയ്യത്തിൻ്റെ കടം വീട്ടണം, വസിയ്യത്ത് നടപ്പിലാക്കണം, കുളിപ്പിക്കണം, കഫം ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം. ഈ 6 കാര്യങ്ങൾ വേഗമാക്കൽ സുന്നത്ത്, ചെയ്യൽ നിർബന്ധം, വേഗമാക്കൽ സുന്നത്ത്. തജ്ഹീസുൽ മയ്യിത്ത് പരിപാലനം. വസ്ലുൽ മയ്യിത്തിൽ മുസ്ലിമി ഗൈരി ഷഹീദി, ഷഹീദല്ലാത്ത മുസ്ലിമിനെ കുളിപ്പിക്കുക, മുസ്ലിമായ മയ്യത്തിനെ കുളിപ്പിക്കുക. വത്തക്ഫീനുഹു, കഫൻ ചെയ്യലും, വസ്സലാത്തു അലൈഹി, മയ്യത്തിന് നമസ്കരിക്കലും, വഹംലുഹു, മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകലും, വദഫ്നുഹു, മയ്യത്തിന് മറമാടലും, മിൻ ഫുറൂദിൽ കിഫായത്തി, ഫർള് കിഫായിൽപ്പെട്ടതാകുന്നു. വലൈക്കുസ്സലാം. ഫർള് കിഫായിൽപ്പെട്ടതാകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സാമൂഹ്യ ബാധ്യതയാണ് എന്ന് ചുരുക്കം. ഒരു മഹല്ലിലെ ഒരു സ്ഥലത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, ചുമക്കുക, മറമാടുക, ഇവയെല്ലാം ഫർള് കിഫായാണ്, സാമൂഹ്യ ബാധ്യതയാണ്. അപ്പോൾ ഷഹീദായ മയ്യത്തിനെ ഇതിന്ന് ഒഴിവാക്കി. എന്താ ഷഹീദിനെ ഒഴിവാക്കാനുള്ള കാരണം? ഷഹീദ് രക്തം ഒലിച്ച് യുദ്ധക്കളത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന ഷഹീദാണ് എങ്കിൽ ആ ഷഹീദായ മയ്യത്തിനെ കഫൻ ചെയ്യലും മറമാടലും നിർബന്ധമാണ്. കുളിപ്പിക്കണ്ട, നിസ്കരിക്കും വേണ്ട. കഫൻ ചെയ്യണം, വദഫ്നുഹു, മറമാടലും നിർബന്ധമാണ്. അപ്പോൾ ഷഹീദായ മയ്യത്തിനെ കുളിപ്പിക്കുന്നതിൻ്റെ വിധി യഹ്റുമു അസ്ലുഹു, കുളിപ്പിക്കൽ ഹറാമാണ്. വസ്സലാത്തു അലൈഹി, ഷഹീദായ മയ്യത്തിന് മേൽ നിസ്കരിക്കലും ഹറാമാണ്. കാരണം നിസ്കരിക്കണമെങ്കിൽ ശുദ്ധി മുൻകടക്കണം. അപ്പോൾ ശുദ്ധി മുൻകടന്നിട്ടില്ലല്ലോ, കുളിപ്പിക്കണ്ടല്ലോ. അപ്പോൾ കുളിപ്പിക്കാത്ത മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കും വേണ്ട. ഇനി സിഖത്ത്, ചെറിയ കുട്ടിച്ചാപ്പിള്ള എന്നൊക്കെ പറയാം. സിഖത്ത് എന്ന് പറഞ്ഞാൽ അൽ വലദുൻ നാസിലു ഖബല തമാമി അശ്ഹുരിഹി, മാസം തികയുന്നതിന് മുമ്പ്, പൂർണ്ണമാകുന്നതിന് മുമ്പ് പ്രസവിച്ച കുട്ടി. ഈ കുട്ടി ലഹറത്ത് അലൈഹി അമാറത്തുൽ ഹയാത്തി, ആ കുട്ടിയിലെ ജീവിതത്തിൻ്റെ അടയാളം, ജീവൻ്റെ അടയാളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ കുട്ടി ഉമ്മായുടെ വയറ്റിൽ നിന്ന് പ്രസവിച്ച് പോന്നു, അനക്കം ഉണ്ട്, അനങ്ങിയിട്ടുണ്ട്, പിടയലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബി അനിസ്തഹല്ല അവിഖ്തലജ ബഅദം ഫിസ്വാലിഹി, ആ കുട്ടി ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് പിരിഞ്ഞതിൻ്റെ ശേഷം ആ കുട്ടിയിൽ അനക്കം ഉണ്ടായിട്ടുണ്ടോ നോക്കണം. അനക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വജബ കുല്ലു മാതുക്കിറ, പറയപ്പെട്ടത് മുഴുവൻ നിർബന്ധമാണ്. ഏതൊക്കെയാണ് പറയപ്പെട്ടത്? നിസ്കരിക്കണം, കുളിപ്പിക്കണം, നിസ്കരിക്കണം, ചുമക്കണം, മറമാടണം, എല്ലാം നിർബന്ധമാണ്. ഇല്ല, ഇനി നേരെ മറിച്ച് ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് കുട്ടി പിരിഞ്ഞു പോന്നു, പ്രസവിച്ചു പോന്നു, പക്ഷെ അനക്കൊന്നും ഉണ്ടായിട്ടില്ല, അനക്കൊന്നും ഉണ്ടായിട്ടില്ല. ഫഇൻ ളഹറ ഖൽഖുഹു, കുട്ടിയുടെ രൂപം, മനുഷ്യരൂപം പ്രകടമായിട്ടുണ്ട്. കുട്ടിയുടെ രൂപം ഒരു ഇറച്ചി കഷ്ണം മാത്രമല്ല എന്നർത്ഥം. കുട്ടിയുടെ രൂപം എന്തായിട്ടുണ്ട്? പ്രകടമായിട്ടുണ്ടെങ്കിൽ വജബ, നിർബന്ധമാണ്. മഅദസ്വലാ, നിസ്കാരം അല്ലാത്തതൊക്കെ നിർബന്ധ. നിസ്കാരം അല്ലാത്തതൊക്കെ നിർബന്ധം എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, ചുമക്കണം, മറമാടണം, ഇതൊക്കെ നിർബന്ധമാണ്. പക്ഷെ എന്ത് വേണ്ട, നിസ്കരിക്കണ്ട. കാരണം ആ കുട്ടി അനങ്ങിയിട്ടില്ല, ഒച്ചെടുത്തിട്ടില്ല,
കുട്ടി പെടഞ്ഞിട്ടില്ല. ഇത്രമാത്രം പറഞ്ഞ് ഇന്നത്തെ പ്രഭാത ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാ അറിവുകളും നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. പള്ളിപ്പടി പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. അതിൽ ചെറുതും വലുതുമായി സഹായിച്ചവരെ അല്ലാഹുവേ നീ സഹായിക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.